ഹലോ നമസ്കാരം, സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടൈറ്റിൽ അനിമേഷനാണ്. സാബർ എന്നൊരു പ്ലഗിൻ വെച്ചാണ് നമ്മൾ ഈ ടൈറ്റിൽ അനിമേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ആദ്യം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്ന ആ ഒരു ടൈറ്റിൽ അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എഫക്ട്സ് വെച്ച് നമുക്കെങ്ങനെ ഒരു സാബർ എഫക്ട്സ് വെച്ച് നമുക്ക് ഈ ടൈറ്റിൽ അനിമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് വരാം. ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആദ്യം ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ സൈയാർട്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം അലൈൻമെൻറ്റ് സെൻറ്ററാക്കി കൊടുത്തതിന് ശേഷം ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ക്രിയേറ്റിൽ പോയിട്ട് ക്രിയേറ്റ് മാസ്ക് ഫ്രം ടെക്സ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒറിജിനൽ ടെക്സ്റ്റ് ഹൈഡ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാസ്ക് ലെയർ ആയിട്ടായിരിക്കും നമുക്കിവിടെ പെൻ ടൂൾ വെച്ച് ഇങ്ങനെ ഷേപ്പ് വരച്ചേക്കുന്ന പോലെ ഒരു മാസ്ക് ലെയർ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആ മാസ്ക് ലെയറിലേക്ക് നമുക്ക് വേണ്ട എഫക്ട്സ് അപ്ലൈ ചെയ്യാം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എഫക്ട്സിൽ പോയിട്ട് വീഡിയോ പാലറ്റ് സാബർ എന്ന് പറഞ്ഞാൽ പ്ലഗിൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലൈൻ പോലെ ആയിരിക്കും നമുക്ക് ആ പ്ലഗിൻ കിട്ടുക. അപ്പോൾ നമുക്കതിൽ പ്രീസെറ്റിൽ പോയിട്ട് ആദ്യം നമുക്ക് പ്രീസെറ്റ് നമുക്ക് എന്താ വെച്ചാൽ കൊടുക്കാം. പ്രീസെറ്റിൽ പോയിട്ട് ഞാനിവിടെ പോർട്ടൽ എന്ന പ്രീസെറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്താൽ ജസ്റ്റ് ചെറിയൊരു അനിമേഷനൊക്കെ ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പ്രീസെറ്റ് ഉണ്ട്. ഇലക്ട്രിക് കൊടുക്കണമെങ്കിൽ ഇലക്ട്രിക് കൊടുക്കാം. അതുപോലെ തന്നെ ഫയർ എഫക്ട്സ് ആണെങ്കിൽ ഫയറിൻ്റെ എഫക്ട്സ് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ആ ഒരു ഫയർ സ്റ്റൈലിലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിപ്പം പോർട്ടൽ ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഔട്ട്ലൈൻ അകത്തേക്ക് ഈ പറഞ്ഞ എഫക്ട്സിനെ കൊണ്ടുവരണം. ഈ പ്രീസെറ്റിനെ നമുക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി കസ്റ്റമൈസ് കോർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ പോയിട്ട് കോർ ടൈപ്പിൽ സാബർ മാറ്റിയിട്ട് ലെയർ മാസ്ക്. ഇപ്പോൾ ടെക്സ്റ്റ് ലെയർ ആണെങ്കിൽ ടെക്സ്റ്റ് ലെയർ അപ്ലൈ ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ലെയറിലല്ല, ഇത് മാസ്ക് ലെയർ ആയതുകൊണ്ട് ലെയർ മാസ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ അപ്ലൈ ആയിട്ടുണ്ട്. കണ്ടോ? ഇനി ജസ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു അനിമേഷനൊക്കെ ഇതിലുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ മാസ്ക് എവല്യൂഷന് കീ കൊടുക്കുകയാണ്. കീ കൊടുത്തതിന് ശേഷം ഞാൻ ഒരു 5 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് കൊണ്ടുവച്ചിട്ട് ഇവിടെ -2 അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, കൊടുത്തതിന് ശേഷം അവിടെ നമുക്ക് തൊട്ട് താഴെയായിട്ട് സ്റ്റാർട്ട് ഓഫ്സെറ്റ് ഉണ്ട്. സ്റ്റാർട്ട് കീ ഫ്രെയിമിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ഓഫ്സെറ്റ് കീ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ 100 കൊടുക്കുക. 100 കൊടുത്തതിന് ശേഷം 1 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യുക, 5 എന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അനിമേഷൻ കിടക്കുന്നു പറഞ്ഞാൽ സ്റ്റാർട്ടിങ് 0-ലാണ്ടോ, ജസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഫുള്ളിൽ ആ എഫക്ട്സ് പ്രീസെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇനി അവിടെ പോയിട്ട് ജസ്റ്റ് റൗണ്ടിനെസ് ഒരു 0.9 കൊടുക്കുന്നു. കൊടുത്ത് 0.9 0.8 കൊടുക്കാം. ഞാൻ 0.8 അപ്ലൈ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻഡ് സൈസ് എന്ത് കൊടുക്കുക, 0 വാല്യൂ കൊടുക്കുക. 0 വാല്യൂ കൊടുത്തതിന് ശേഷം എൻഡ് ഓഫ്സെറ്റ് ഈ 4ാമത്തെ കീ ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് എൻഡ് ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് കീ ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് എൻഡ് ഫ്രെയിം 5 അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ഫുള്ള് കവർ ചെയ്തു ജസ്റ്റ് അവസാനിച്ചു. കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അനിമേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട എഫക്ട്സ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു നോയ്സ് എഫക്ട്സ് നമുക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ന്യൂ സോൾ ലെയർ എടുക്കുക. ഞാൻ ജസ്റ്റ് നോയ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ എഫക്ട്സിൽ പോയിട്ട് ഫ്രാക്ചൽ നോയ്സ് ആൻഡ് ഗ്രെയിനിൽ ഫ്രാക്ചൽ നോയ്സ് എടുക്കുക. അവിടെ ഫ്രാക്ചൽ ടൈപ്പ് ബേസിക് മാറ്റിയിട്ട് ഞാനത് മാക്സ് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം കോൺട്രാസ്റ്റ് എടുത്തതിന് ശേഷം ഞാനൊരു 297 98 300 വാല്യൂസ് കൊടുക്കാം. കൊടുത്തിട്ട് തൊട്ട് താഴെ ബ്രൈറ്റ്നസ്സിൽ പോയിട്ട് -119 അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി ട്രാൻസ്ഫോമിൽ പോയിട്ട് ഞാൻ വാല്യൂ ഒരു 30 40 അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് 30 കൊടുക്കാം. അപ്പോൾ 40 കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലുപ്പമായിരിക്കും. നമുക്ക് 30 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം കോംപ്ലക്സിറ്റി ഒരു 20 കൊടുക്കുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആനിമേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവല്യൂഷനിൽ പോയിട്ട് ജസ്റ്റ് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ കീയിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സ്ക്രിപ്റ്റിംഗ് ഓപ്ഷൻ വരും. അവിടെ ടൈം *150 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അനിമേഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ? ഈ അനിമേഷനാണ് നടക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്ത എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ സിമുലേഷനകത്തോട്ട് CC ബാൾ ആക്ഷൻ എന്ന് പറയും. അത് കൊടുത്തതിന് ശേഷം ഇവിടെ ഗ്രിഡ് സ്പേസ് 4 അപ്ലൈ ചെയ്യുക.
അപ്പം കുറച്ചും കൂടെ ഒരു ഡോട്ട് ടൈപ്പായിട്ട് കിട്ടും. ഇനി ബാൾ സൈസ് ഒരു 36 കൊടുക്കുക. അപ്പോൾ നമുക്കത് ആ ചെറിയ ചെറിയ ഡോട്ട് പോലെ നമുക്ക് കിട്ടി. കണ്ടോ? ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മുടെ ഔട്ട്ലൈൻ ലെയർ ഉണ്ടല്ലോ, ഔട്ട്ലൈൻ ലെയറിൽ വന്നതിന് ശേഷം ഇതിവിടെ മാറ്റ് എഫക്റ്റിൽ വന്നിട്ട് ലൂമ മാറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന എഫക്ട്സ് ഇതാണ്ട് ഇങ്ങനെയാണ്. കണ്ടോ? ഫുള്ള് നോയ്സായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, തുടങ്ങി അവസാനിക്കുന്നത്. കണ്ടോ? ഇനി ഈ ലെയർ സെലക്ട് ചെയ്യുക. നമ്മളിത് ഔട്ട്ലൈൻ ലെയർ സെലക്ട് ചെയ്യുക. എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ അതിൻ്റെ സാബറിൻ്റെ കോർ സൈസിൽ പോയിട്ട് 0.9 അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ബ്ലെൻഡിങ് മോഡിൽ വന്നതിന് ശേഷം സ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഡോട്ട് ഇതാ വളരെ സൂം ചെയ്തറിയാൻ പറ്റും. കണ്ടോ? അത് നമുക്ക് ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. കണ്ടോ? ചെറിയ ചെറിയ ഡോട്ട്സ് പോലൊക്കെ. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ നാലാമത്തെ കീ ഫ്രെയിമിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഒറിജിനൽ ലെയർ ഓൺ ചെയ്യുക. ഒപ്പാസിറ്റി 0 കൊടുക്കുക, കീ കൊടുക്കുക. 5ാമത്തെ ഫ്രെയിം വരുമ്പോഴത്തേക്ക് 100 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അനിമേഷൻ ഓക്കെ കണ്ടോ? അനിമേഷൻ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഒന്ന് പ്ലേ ചെയ്യാം നമുക്ക്. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ? ഇതാണ് നമ്മൾ ടൈറ്റിൽ അനിമേഷൻ, ഈ സാബർ എന്ന പ്ലഗിൻ വെച്ച് ഉപയോഗിച്ച ടൈറ്റിൽ അനിമേഷൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു സോൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, BG. അതിനുശേഷം അതിന് ഞാൻ എഫക്ട്സിൽ പോയിട്ട് ജനറേറ്റിനകത്ത് ഗ്രേഡിയൻ്റ് റാമ്പ് കൊടുക്കുന്നു. ജസ്റ്റ് കളർ ആ ബ്ലൂ കളർ തന്നെ പിക്ക് ചെയ്ത് വെച്ച് ഓക്കെ, ജസ്റ്റ് ഐ ഡ്രോപ്പ് വെച്ച് പിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡാർക്ക് കളർ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോഴത്തേക്ക് നമുക്കിവിടെ ആ ഡോട്ട്സ് നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കേട്ടോ? അതിനാദ്യം നമ്മൾ ഈ നോയ്സ് എന്ന ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ മാറ്റ് കൊടുത്തില്ലേ, മാറ്റിന് വേണ്ടി നമ്മൾ ഫ്രാക്ഷൻ നോയ്സ് ക്രിയേറ്റ് ചെയ്ത നോയ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എലിപ്സ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഫെദർ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലേക്കത് സ്പ്രെഡായിട്ടില്ല. ഇനി BG സെലക്ട് ചെയ്തതിന് ശേഷം BG ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ലെയർ ന്യൂ സോളിഡ് എടുക്കുക. നമുക്കവിടെ ഓക്കെ കൊടുക്കുക. എഫക്ട്സിൽ നോയ്സ് ആൻഡ് ഗെയിൻ ഫ്രാക്ചൽ നോയ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ കോൺട്രാസ്റ്റ് കൂടുതൽ കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ആനിമേഷൻ വേണം അല്ലേ? അതിന് വേണ്ടി നമുക്ക് എവല്യൂഷൻ ജസ്റ്റ് ഓൾട്ട് പ്രസ് കീ കൊടുക്കാം. ഇവിടെ ടൈം സ്റ്റാർ ഒരു 500 കൊടുക്കുക. അപ്പോൾ നമുക്ക് അത്രയും സ്പീഡിൽ ആനിമേഷൻ വർക്ക് ചെയ്യും. കണ്ടോ? ബാക്കിലത്തെ ആ ഒരു നോയ്സ്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ സ്റ്റൈലൈസിനകത്ത് പോയിട്ട് മൊസൈക്ക് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ മൊസൈക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നോർമലി ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു ഷാർപ്പ് കളർ ടിക്ക് ചെയ്യുന്നു. ഇതിന് ശേഷം ഇവിടെ കോൺട്രാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ പോയിട്ട് നമ്മുടെ ജനറേറ്റിൽ പോയിട്ട് ഗ്രിഡ് അപ്ലൈ ചെയ്യുക. ഗ്രിഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് മോഡ് ഞാനെന്ത് കൊടുക്കുന്നു, സ്റ്റെൻസിൽ ആൽഫ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇൻവേർട്ട് കളർ കൊടുത്തതിന് ശേഷം ബോർഡർ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ ബ്ലാക്ക് സോൾഡ് പോയിട്ട് ഇവിടെ ബ്ലെൻഡിങ് മോഡ് പോയിട്ട് ഞാൻ ജസ്റ്റ് ഓവർലേ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ബാക്കിൽ ഒരു ചെക്കർ പോലൊരു കളർ നമുക്കൊന്ന് ബാക്കിൽ കണ്ടോ? അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയും ജസ്റ്റ് നമുക്ക് ഫ്രണ്ടിലെ ആനിമേഷൻസ് പക്കയായിട്ട് കിട്ടുകയും ചെയ്യും. കണ്ടോ? ഇത്രയേ ഉള്ളൂ ഇതിലെ സാബർ ടൈറ്റിൽ അനിമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.